കോഴിക്കോട് മുക്കത്തെ സങ്കേതം ഹോട്ടൽ ജീവനക്കാരിക്ക് നേരെയുള്ള പീഡനശ്രമത്തിൽ റിമാൻഡിലായ പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. സങ്കേതം ഹോട്ടൽ ഉടമ ദേവദാസ്, ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. പീഡനശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സങ്കേതം ഹോട്ടൽ ഉടമയായ ദേവദാസിൽ നിന്ന് ഫെബ്രുവരി 1 രാത്രി പീഡനശ്രമം ഉണ്ടായതായാണ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനിയായ യുവതി മുക്കം പോലീസിൽ പരാതി നൽകിയത്. എറണാകുളത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച മുഖ്യപ്രതി ദേവദാസിനെ തൃശൂർ കുന്നംകുളത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. താമസിയാതെ മറ്റു 2 പ്രതികളായ റിയാസും സുരേഷും താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തു. മൂവർക്കുമുള്ള കസ്റ്റഡി അപേക്ഷയാണ് അന്വേഷണ സംഘം ഇന്ന് സമർപ്പിക്കുക. 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. നേരത്തെ 1-ാം പ്രതി ദേവദാസുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്നാൽ കൂട്ടുപ്രതികളുമൊത്ത് തെളിവെടുപ്പ് അത്യാവശ്യമാണെന്ന് പോലീസ് പറഞ്ഞു. 1-ാം പ്രതിയായ ദേവദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അതിജീവിതം ഉന്നയിച്ചത്. ദേവദാസിൽ നിന്ന് പലതവണ മോശം പെരുമാറ്റമുണ്ടായി. പീഡനശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കെട്ടിടത്തിൽ നിന്ന് ചാടി ഗുരുതര പരുക്കുകളോടെ ചികിത്സയിൽ തുടരുമ്പോഴും ദേവദാസ് ഭീഷണി സന്ദേശം അയച്ചു. നിനക്കുള്ള ആദ്യ ഡോസാണിത് എന്നായിരുന്നു സന്ദേശം. ദേവദാസ് മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു. കെട്ടിടത്തിൽ നിന്ന് ചാടി പരുക്ക് പറ്റിയപ്പോൾ കെട്ടിടത്തിനകത്തേക്ക് വലിച്ചുകൊണ്ടുപോകാനാണ് ദേവദാസ് ശ്രമിച്ചതെന്നും യുവതി പറഞ്ഞു. പ്രതികൾ യുവതിയുടെ മുറിക്കകത്തേക്ക് കടന്നുവരുന്നതും ഉപദ്രവിക്കുന്നതും ഉൾപ്പെടെയുള്ള സംഭാഷണമടങ്ങിയ വീഡിയോ യുവതിയുടെ കുടുംബം പുറത്തുവിട്ടിരുന്നു. ജനം, കോഴിക്കോട്.